മൂന്നാമതും ഭരണത്തിലെത്താമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു CPM. എന്നാൽ ഇടുത്തി പോലെയാണ് CPM ആ വാർത്ത കേട്ടത്. CPMന്റെ കാലിൻ്റെ അടിയിലെ ആ മണ്ണ് ഒലിച്ചു പോകുന്നു. മൂന്നാം ഭരണം എത്താം എന്നുള്ള ആ ഒരു സ്വപ്നം, ആ എല്ലാ മനക്കോട്ടയും തകരുന്നു. UDF തകർത്തുകൊണ്ടിരിക്കുന്നുവെന്ന് ആ സ്വപ്നം മെയ് 4-നാണ് CPMലെ ഓരോ നേതാക്കളും അറിഞ്ഞത്. CPMന്റെ ആസ്ഥാന മന്ദിരം അതിരാവിലെ വരെ ആഘോഷത്തിൻ്റെ ഒരു വേളയിലായിരുന്നുവെങ്കിൽ 8:30 ശേഷം ഒരു ശ്മശാനം പോലെയായി. ഇപ്പോൾ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ പോലെയായിരുന്നു CPMന്റെ AKG സെന്റർ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവികൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് UDF കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് AKG സെന്ററും CPMും. ആളും ആരവവുമില്ലാതെ, ആരും തിരിഞ്ഞു നോക്കാതെ, ഇപ്പോൾ ആർക്കും കയറി ചെല്ലാവുന്ന ഒരു ഇടമായി AKG സെന്റർ മാറിയിരിക്കുകയാണ്. നേരത്തെയൊക്കെ, അതായത് CPM കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് AKG സെന്ററിൽ ആരെങ്കിലുമൊക്കെ കയറി ചെന്നാൽ വലിയ ചെക്കിംഗ് ഉണ്ടാകും, 100 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയേണ്ടി വരും. അതെല്ലാ കടമ്പകളും കടന്നിട്ട് വേണം ഒരു സാധാരണക്കാരന് ആ AKG സെന്ററിൽ ചെന്ന് സർക്കാരിനെ ഇതൊന്ന് ബോധ്യപ്പെടുത്തി എന്തെങ്കിലും നമുക്കൊന്ന് അനുകൂലമായി ചെയ്ത് തരുമോ എന്ന് അവിടെ നിൽക്കുന്ന സഖാക്കന്മാരുടെ കാല് പിടിക്കേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ആർക്കും ഏത് സമയത്തും കയറി ചെല്ലാം. ഇരു കൈയും നീട്ടി പൂമാല ചാർത്തി നിങ്ങളെ സ്വീകരിക്കാൻ ഇന്ന് AKG സെന്ററിൽ സഖാക്കന്മാരും കമ്മികളും കാത്തു നിൽപ്പുണ്ട്. ഒരു കാലത്തെ ക്ലിഫ് ഹൗസ് പോലെ അതിപ്രധാനം നൽകിയിരുന്ന ഒരു സ്ഥലമാണ് AKG സെന്റർ. അതായത് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം. 24 മണിക്കൂറും പോലീസിന്റെ സെക്യൂരിറ്റിയും ചെക്കിങ്ങും അകമ്പടിയും ഒക്കെ ഉണ്ടായിരുന്നു. ക്ലിഫ് ഹൗസ് കഴിഞ്ഞാൽ നേരെ മുഖ്യമന്ത്രി പോകുന്നത് പാർട്ടിയുടെ ഓഫീസിന്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക്. ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ചർച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ CM പോകുന്നത് AKG സെന്ററിലായിരുന്നു. ഇപ്പോൾ CMന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഒരു സാധാരണ MLA ആയിട്ട് ഞാനിനി എൻ്റെ ജീവിതം അങ്ങനെ പൊയ്ക്കോളാമെന്ന് CM ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ ആരവങ്ങളോ അല്ലെങ്കിൽ പൊട്ടിച്ചിരിയോ അല്ലെങ്കിൽ സന്തോഷമോ ഒന്നുമില്ലാതെ ക്ലിഫ് ഹൗസ് തകർന്ന എന്തോ ഒരു ആക്രമണത്തിൽ തകർന്നതുപോലെ ക്ലിഫ് ഹൗസ് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അനന്തപുരിയുടെ ഹൃദയഭാഗത്ത്. ആരും തിരിഞ്ഞു നോക്കാതെ അനന്തപുരിയുടെ ആ ഒരു ഹൃദയഭാഗത്ത് മഴയേറ്റ് വെയിലേറ്റ് വിഷമിച്ച് AKG സെന്റർ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കാലത്ത് 24 മണിക്കൂറും സഖാക്കന്മാർ കയറിയിറങ്ങിയ സ്ഥലം ഇപ്പോൾ ഒരു സഖാവ് പോലും തിരിഞ്ഞു നോക്കാൻ താല്പര്യപ്പെടുന്നില്ല. AKG സെന്ററിലേക്ക് എത്തിയാൽ ജനങ്ങൾ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തു പോലും ഇറങ്ങാൻ സഖാക്കന്മാർക്ക് കഴിയുന്നില്ല. കാരണം വമ്പൻ തോൽവിയാണ് CPM ഏറ്റുവാങ്ങിയത്. സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ പിന്നെ പിണറായിയും പരിവാരങ്ങളും കിങ്കരന്മാരും നേരെ ചെന്ന് വിശ്രമിക്കുന്ന സ്ഥലമല്ലെങ്കിൽ മറ്റ് സഖാക്കന്മാരോടൊപ്പം ഇരുന്ന് ലാൽ സലാമേ എന്ന് പറയുന്ന സ്ഥലം. മുഖ്യമന്ത്രി എത്തിയിട്ട് ഒരു സന്തോഷം അവിടെ കാണുന്നില്ല, ആർക്കുമില്ല. ലാൽ സലാം സഖാവേ എന്ന് കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് പറയാൻ ഇന്ന് ആ കവാടത്തിന് മുന്നിൽ ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു അനുയായികളോ പോലും ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരു നേതാവിനും പറയാൻ തൊണ്ടയിൽ നിന്ന് ലാൽ സലാം സഖാവേ എന്ന വാക്ക് തൊണ്ടയിൽ നിന്നും ഉച്ചരിക്കാൻ പറ്റുന്നില്ല. രാശി നോക്കി ജോത്സ്യനെ കൊണ്ട് കവടിയൊക്കെ നിരത്തി തീയതിയുമൊക്കെ കുറിച്ച് 10-ാം ഉദയത്തിന് പാലും കാച്ചിയിട്ട് CPM ഗതി പിടിച്ചില്ലല്ലോ എന്നാണ് ജനങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത്. മറ്റ് UDFനെ പോലെയോ അല്ലെങ്കിൽ BJPയെ പോലെയോ അല്ല CPM. ഒളിച്ചും പാത്തുമൊക്കെയാണ് ജോത്സ്യന്മാരുടെ മുന്നിൽ ചെന്ന് കവടിയൊക്കെ നിരത്തി ഭാവിയൊക്കെ നോക്കി ചെയ്യുന്നത്. അങ്ങനെയാണ് AKG സെന്ററിൽ പാലിയാച്ചിന് ഒരു സമയവും എടുത്തത്. എന്നിട്ട് 10-ാം ഉദയമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ നമ്മളൊന്നും ജോത്സ്യന്മാരെ ഒന്നും നോക്കിയതല്ല, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്താണ് എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാൻ നോക്കിയപ്പോഴും അന്നും രക്ഷയുണ്ടായില്ല. കാരണം രാജ്യത്ത് ഒരു സംസ്ഥാനത്തും CPM ഇപ്പോൾ ഭരിക്കുന്നില്ല എന്നതാണ് ഈ CPMകാരെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്. അധികാരം തലയ്ക്ക് പിടിക്കുന്ന രീതിയിൽ CPM പെരുമാറിയതോടെയാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലെ നേതാക്കളും അല്ലെങ്കിൽ ഈ MA ബേബിക്കും ഒക്കെ ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. വെറുമൊരു വ്യക്തി അല്ലെങ്കിൽ വെറുമൊരു CPMലെ നേതാവ് എന്ന് മാത്രമേ പറയാൻ ഇപ്പോൾ പറ്റുള്ളൂ. കാരണം പദവി ഉണ്ടായിട്ടും വലിയ കാര്യമില്ല. കാരണം രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് പോലും ഇവർക്ക് ഇപ്പോൾ ഭരണമില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPM വിജയിച്ച സമയത്ത് AKG ഭവനിൽ പോലീസ് വരെ ആ റോഡിന്റെ ഗതാഗതം മുഴുവനും നിയന്ത്രിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥ വരെ എത്തിയതാണ്.
രാത്രിയോടെ തന്നെ ഓരോ ജില്ലകളിൽ നിന്നും നേതാക്കൾ ഒഴുകിയെത്തി ആ AKG സെൻറ്റർ കംപ്ലീറ്റ് ഈ ചെങ്കൊടിക്കടൽ പോലെ അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കൊടിക്കടലായി മാറിയ ഒരു സിനിമയായിരുന്നു. റിപ്പീറ്റ്, ചെങ്കൊടിക്കടലായി മാറിയ ഒരു അന്തരീക്ഷമായിരുന്നു. അന്ന് പ്രിയദർശൻ്റെ സിനിമയായിരുന്നുവെങ്കിൽ ഇന്ന് സത്യനന്ദിക്കാടിൻ്റെ സിനിമയാണ്. ഫുള്ളും കരച്ചിലും ദുഃഖവും, എങ്ങും കരച്ചിലും ദുഃഖവും. ആ AKG സെൻറ്ററിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ചെവികളിലേക്ക് ഇങ്ങനെ ഇരമ്പി വരികയാണ്. ഒരു യഥാർത്ഥ കാരണമുണ്ട് എന്തുകൊണ്ടാണ് ഈ സഖാക്കന്മാർ, അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ CPM-നെ കൈവിടാൻ കാരണം. ശബരിമലയിൽ സ്ത്രീകളെ, അതായത് നിരീശ്വരവാദികളായ യുവതികളെ പ്രവേശിപ്പിച്ച അന്നു മുതൽ ഹിന്ദുക്കളായ CPM നേതാക്കൾ ഈ CPM എന്ന പ്രസ്ഥാനവുമായി ഇടഞ്ഞു തുടങ്ങി. കൂടാതെ ഗോവിന്ദനും പിണറായിയും സ്വന്തം കുടുംബക്കാരെയെല്ലാം ഈ പിൻവാതിൽ നിയമനം കയറ്റുന്നത് പോലെ, അത് തിരികെ കയറ്റുന്നത് പോലെ പാർട്ടിയിലേക്ക് തിരികെ കയറ്റാൻ തുടങ്ങിയപ്പോൾ സഖാക്കന്മാർ പിൻകാലുകൊണ്ട് അടിച്ചു തുടങ്ങിയതിൻ്റെ ഒരു പരിണത ഫലമാണ് CPM ഇപ്പോൾ വെറും 35-36 സീറ്റുകളായി വെറും ബലൂണ് പോലെ ചുരുങ്ങി നിൽക്കുന്നത്. ഇനിയും ഈ തോൽവികളെല്ലാം പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്വരാജിനെ പോലെ കടിച്ചാ പൊട്ടാത്ത കുറേ മലയാള വാക്കുകൾ നിരത്തി വെച്ചുകൊണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. CPM ഇപ്പോൾ കടലിൽ, ആഴക്കടലിൽ, ഉൾക്കടലിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇനി അത് രക്ഷപ്പെടണമെങ്കിൽ ഓരോ നേതാക്കളും മനസ്സറിഞ്ഞ് വിചാരിച്ചാലേ പറ്റുകയുള്ളൂ. അല്ലാതെ ഞാൻ ഉദയനാണ് താരം സെക്കൻഡ് പാർട്ടിലെ സിനിമയിൽ സരോജ് കുമാർ പറയുന്നത് പോലെ ഞാൻ കേണലാണ്, ഞാൻ പത്മശ്രീയാണ്, ഞാൻ സൂപ്പർ സ്റ്റാർ ആണ് എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ മുഖ്യമന്ത്രിയാണ്, ഞാൻ മുൻ മന്ത്രിയാണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ്, ആരോഗ്യമന്ത്രിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യവുമില്ല. CPM കേരളത്തിൽ മുങ്ങി, രാജ്യത്ത് അസ്തമിച്ചു കഴിഞ്ഞു. ഇനി ആകെ ഒരു കച്ചിത്തുരുമ്പ് കേരളം മാത്രമേ ഉള്ളൂ.